ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം മുപ്പതാമത്തെ ശ്ലോകം. ഏകഃ ത്വം ഏവ ഏകസ്ത്വമേവ ജഗത് ഏതത് അമുഷ്യ ജഗദേതദമുഷ്യ യത് ത്വം ആദ്യന്തയോഃ പൃഥക് അവസ്യസി മധ്യതഃ ച സൃഷ്ട്വാ ഗുണവ്യതികരം നിജമായയാ ഇദം നാനാ ഇവ തൈഃ അവസിതഃ തദനുപ്രവിഷ്ടഃ. ഏതത് ജഗത്, ഈ ലോകം, ഏകഃ ത്വം ഏവ, ഏകനായ അങ്ങ് തന്നെയാണ്. യത്, എന്തെന്നാൽ, അമുഷ്യ, ഇതിൻ്റെ ആദ്യന്തയോഹോ, ആദിയിലും അന്തത്തിലും പൃഥക്, ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ വിരാമമിട്ട്, അവസ്യസി, അങ്ങ് ശേഷിച്ച് നിൽക്കുന്നു. അതായത് സത്യത്തിൽ അതിനൊരു വിരാമമില്ല, എങ്കിലും അങ്ങാണ് ആദിയിലും അന്തത്തിലും ഉള്ളത്. മധ്യതഃ ച, മധ്യത്തിലും അങ്ങ് തന്നെയാണ്. നിജമായയ, തൻ്റെ മായ കൊണ്ട്, ഗുണവ്യതികരം, ഗുണപരിണാമാത്മകമായ ഇദം സൃഷ്ട്വ, ഈ ലോകത്തെ സൃഷ്ടിച്ച ശേഷം, തദനുപ്രവിഷ്ടഃ, അതിൽ അനുപ്രവേശിച്ചവനായ അങ്ങ്, തൈഹി, ആ ഗുണങ്ങൾ ഹേതുവായിട്ട്, നാനായിവ അവസിതഃ, അനേകനാണെന്ന പോലെ തോന്നിപ്പിക്കുകയാണ്. ഈ കാണുന്ന ചരാചര ലോകമാകെയും അങ്ങ് തന്നെയാണ്. ഇതിൻ്റെ ആദിയിൽ കാരണമായും അവസാനമുണ്ടെങ്കിൽ അതിനൊരവധിയായും അങ്ങ് തന്നെയാണ് വർത്തിക്കുന്നത്. ഇതേ അങ്ങ് തന്നെയാണ് ഇതിൻ്റെ മധ്യത്തിലും നിലകൊള്ളുന്നത്. മധ്യത്തിൽ എന്ന് വെച്ചാൽ ഇവിടെ സൃഷ്ടിയുടെ രൂപത്തിൽ. ഇങ്ങനെ സ്വമായാഗുണങ്ങളുടെ പരിണത രൂപമായ ലോകത്തെ സൃഷ്ടിച്ച് ഭഗവാൻ തന്നെ അതിൽ ഓരോന്നിലും ജീവാത്മാവായിട്ട് പ്രവേശിച്ച് സഗുണനായ എന്ന പോലെ ഭവിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ രക്ഷിതാവായും സംഹർത്താവായും മറ്റും അനേക രൂപത്തിൽ നമുക്ക് പ്രതീതി വിഷയമായി തീർന്നിരിക്കുന്നു. 31-ാമത്തെ ശ്ലോകം. ത്വം വാ ഇദം സത് അസതീശാ ഭവാൻ തതോ അന്യോ മായാ യദാത്മപരബുദ്ധിഃ ഇയം ഹി അപാർത്ഥ യത് യസ്യ ജന്മ നിധനം സ്ഥിതിഃ ഈക്ഷണം ച തതു വൈ തദേവ വസുകാലവത് അഷ്ടിതരുവോഹോ. ഹേ ഈശ, സ്വാമിൻ, സത് അസത്, കാര്യകാരണ സംഘാതമായിട്ടുള്ള ഇതം, ഈ ലോകമെന്നാൽ, ത്വം വൈ, അങ്ങ് തന്നെയാണ്, തതഃ അന്യഃ, എന്നാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നവനും ഭവാൻ, അങ്ങ് തന്നെയാണ്. യത്, ആകയാൽ, യം ആത്മപരബുദ്ധിഃ, ഞാനെന്നും അന്യനെന്നും ഉള്ള ഈ ഭേദബുദ്ധി, അർത്ഥശൂന്യമായ അപാർത്ഥ, അർത്ഥശൂന്യമായ മായാഹി, മായാകൽപ്പിതമത്രേ. യത് യസ്യ ജന്മ, ഏതൊന്നിൽ നിന്ന് ഏതൊന്നിൻ്റെ ഉൽപ്പത്തിയും ഈക്ഷണം പ്രകാശവും സ്ഥിതിഹി നിലനിൽപ്പും നിധനം ച ലയവും ഉണ്ടാകുന്നുവോ തതുവൈ തത് ഏവ, അത് തന്നെയാണ്. ബ്രഹ്മത്തിൽ നിന്ന് തന്നെയാണ് സൃഷ്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ആ സൃഷ്ടി എന്നാൽ ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തിലാണ് സ്ഥിതി എന്നതിനാൽ ബ്രഹ്മം തന്നെയാണ് നമ്മുടെ സ്ഥിതി. ഇങ്ങനെ എല്ലാം അത് തന്നെയാണ്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം പറയുന്നത് അഷ്ടി തരുവോഹോ. അഷ്ടി എന്നാൽ വിത്ത്. വിത്ത് മുളച്ചാണ് ചെടിയായി പിന്നീട് അത് മരമാകുന്നത്. അതേ മരത്തിൽ നിന്നാണ് പിന്നീട് അതിനുള്ള വിത്തും ഉണ്ടാകുന്നത്. ഇതുപോലെ വസുകാലവത്, വസ്തുവും കാലവും എന്ന പോലെയാണിത്. ഈ വിത്തിനും വൃക്ഷത്തിനും എങ്ങനെയാണോ ആ വിത്ത് മുളയ്ക്കുന്ന ഒരു കാലമുണ്ട്, ആ കാലം കഴിയുമ്പോൾ അതിൽ നിന്ന് തന്നെയാണ്, ഈ വൃക്ഷത്തിൽ നിന്ന് തന്നെയാണ്
മറ്റൊരു വൃക്ഷം ഉണ്ടാകാനുള്ള വിത്തുണ്ടാകുന്നത് എന്നതുപോലെ ബ്രഹ്മം തന്നെയാണ് കാരണം, ബ്രഹ്മം തന്നെയാണ് കാര്യവും. എല്ലാം ആ ഭഗവാൻ തന്നെ. എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാൻ തന്നിലേക്ക് ലയിപ്പിച്ച് ആ പ്രളയകാലത്ത് യോഗനിദ്രയെ പ്രാപിക്കുന്നു. 32-ാമത്തെ ശ്ലോകം. നസ്യ ഇദം ആത്മനി ജഗത് വിലയാമ്പുമധ്യേ ശേഷേ ആത്മന നിജസുഖാനുഭവോ നിരീഹഃ യോഗേന മീലിത ദൃഗാത്മ നിപീതനിദ്രഃ തുര്യേ സ്ഥിതോ നതു തമോ ന ഗുണാശ്ച യുങ്ക്ഷേ. ഇതം ജഗത്ത്, ഈ ജഗത്തിനെ ആത്മനി തൻ്റെ ഉള്ളിൽ ആത്മനാന്യസ്യ തന്നെത്താൻ ഒതുക്കി വെച്ച് നിജസുഖാനുഭവ ആത്മാനന്ദാനുഭൂതി മാത്രം ഉള്ളവനായും നിരീഹഃ നിഷ്ക്രിയനായും വിലയാമ്പുമധ്യേ പ്രളയകാലത്തുള്ള കാരണജലത്തിന്റെ മധ്യത്തിൽ അങ്ങ് ശേഷേ ശയിക്കുന്നു. ആ കാലത്ത് അവിടുന്ന് യോഗേന യോഗസമാധിയിലൂടെ മീലിത ദൃക് കണ്ണടച്ചുകൊണ്ട് ആത്മനിപീതനിദ്രഃ തൻ്റെ ജ്യോതിസിൽ വിലയിക്കപ്പെട്ട നിദ്രയോടുകൂടി, അതായത് ബോധത്തോടുകൂടിയാണ് ആ നിദ്ര പോലും. അങ്ങനെ തുരീയാവസ്ഥയിൽ 3 ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ള, അല്ലെങ്കിൽ ജാഗ്രത് സ്വപ്ന സുഷുപ്തി അവസ്ഥകൾക്കും മീതെയായിട്ടുള്ള ആ സ്ഥിതിയിൽ സ്ഥിതഃ അങ്ങനെ സ്ഥിതി ചെയ്യുകയാണ്. അവിടെ തമഹതു നയുംക്ഷേ, സാധാരണ ഉറക്കം എന്നാൽ തമോ ഗുണമാണ്, പക്ഷെ ഇവിടെ തമസിന്റെ അംശമേ ഇല്ല. ഗുണാഞ്ച വിഷയങ്ങളെയും കാണുന്നില്ല. ഗുണങ്ങളെല്ലാം സമ അവസ്ഥയിലാണ് ഈ സമയം ഉണ്ടാവുക. 33-ാമത്തെ ശ്ലോകം. തസ്യ ഏവ തേ വപുഃ ഇദം നിജകാലശക്ത്യ സഞ്ജോതിത പ്രകൃതിധർമ്മണ ആത്മഗൂഢം അംഭസി അനന്തശയനാത് വിരമത് സമാധേഃ നാഭേഃ അഭൂത് സ്വകണികാവടവത് മഹാബ്ജം. ഇതം ഈ ജഗത്ത് തസ്യ അപ്രകാരമുള്ള തേ വപുഃ ഏവ അങ്ങയുടെ ശരീരം തന്നെയാകുന്നു. ഒരു വിത്തിൽ നിന്ന് ഉണ്ടാകുന്ന വൃക്ഷം ആ വിത്ത് തന്നെയാണ് എന്നതുപോലെ ആ പരമാത്മാവിൽ നിന്നുണ്ടാകുന്ന ഈ സൃഷ്ടിയെല്ലാം ആ പരമാത്മാവ് തന്നെയാണ്. നിജകാലശക്തിയ തൻ്റെ കാലസ്വരൂപമായ ശക്തിയാൽ സഞ്ജോതിത പ്രകൃതിധർമ്മണഃ വിക്ഷുബ്ധമാക്കപ്പെട്ട പ്രകൃതിയുടെ സത്വാദി ഗുണങ്ങളോടുകൂടിയവനും അനന്തശയനാത് ആദിശേഷനാകുന്ന ആ തൽപ്പത്തിൽ നിന്ന് വിരമത് സമാധേഃ യോഗസമാധിയിൽ നിന്ന് വിരമിച്ചെഴുന്നേൽക്കുന്നവനുമായ നിന്തിരുവടിയുടെ നാഭേഃ നാഭിയിൽ നിന്ന് അംഭസി ഏകാർണവ ജലത്തിൽ ആത്മദിഗൂഢം തന്നിൽ തന്നെ ഒതുങ്ങി മറഞ്ഞു നിന്നിരുന്ന മഹാ അബ്ജം ആ യോഗനിദ്രയിൽ ഇരുന്ന ഭഗവാനിൽ തന്നെയാണ് ഈ പ്രകൃതി ഒരു താമരയുടെ രൂപത്തിൽ ലയിച്ചിരുന്നത്. ആ താമര തന്നെ അടുത്ത സൃഷ്ടിയുടെ കാലമായപ്പോൾ ബ്രഹ്മാണ്ടമാകുന്ന മഹാപത്മം സ്വകണികാവടവത് ഒരു ചെറിയ വിത്തിൽ നിന്നുണ്ടായ പേരാൽ മരം പോലെ അഭൂത് ഭഗവാനെ അങ്ങയുടെ നാഭിയിൽ നിന്ന് ഉദ്ഭവിച്ചുവല്ലോ. ഇനി നമ്മൾ നാരായണീയത്തിൽ കണ്ട ആ ഭാഗമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ബ്രഹ്മദേവൻ ആ താമരപ്പൂവിൽ ഇരിക്കുന്നത്. 34-ാമത്തെ ശ്ലോകം. തത്സംഭവഃ കവിഃ അതഃ അന്യത് അപശ്യമാനഃ ത്വാം ബീജം ആത്മനി തതം സ്വബഹിഃ വിചിന്യ ന അവിന്ദത് അബ്ദശതം അപ്സു നിമജ്ജമാനോ ജാതേ അങ്കുരേ കഥം ഊഹ ഉപലഭേത ബീജം. തത്സംഭവഃ ആ താമരയിൽ പിറന്ന കവിഃ ബ്രഹ്മദേവൻ അതഃ അന്യത് ഇതിൽ നിന്ന് അന്യമായതൊന്നും ഈ താമരയല്ലാതെ മറ്റൊന്നും അപശ്യമാനഃ കണ്ടെത്താതെ ആത്മനീ തതം തൻ്റെ ഉള്ളിൽ വ്യാപിച്ചിരിക്കുന്ന ബീജം ഈ ജഗത്തിന്റെ കാരണമായിട്ടുള്ള ആ ശക്തിയെ ത്വാം അങ്ങനെയുള്ള അങ്ങയെ ആദ്യം വിചാരിച്ചു ഭഗവാൻ പുറത്താണ് എന്ന്. അങ്ങനെ സ്വബഹിഹി തന്നിൽ നിന്ന് പുറത്തുള്ള ഒരു ശക്തിയാണ് തന്നെ സൃഷ്ടിച്ചത് എന്ന് വിചിന്യ തെറ്റിദ്ധരിച്ച്
അബ്ദശതം നൂറ്റാണ്ടുകാലം അപ്സു പുറമേയുള്ള വെള്ളത്തിൽ നിമജ്ജമാനഹ മുങ്ങിത്തിരഞ്ഞുവെങ്കിലും അങ്ങയേന്ന അവിന്ദത് കണ്ടെത്തിയില്ല. ഊഹ, അതിലെന്താണ് ആശ്ചര്യം? കാരണം ഒരു വിത്തിൽ നിന്ന് മുള പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിത്തുണ്ടാകുമോ? അതാണ് അങ്കുരേ ജാതേ. അത് മുള പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബീജം കഥം ഉപലഭേദ, അതിന്റെ വിത്തിനെ നമുക്ക് തിരഞ്ഞാൽ കിട്ടുമോ? അപ്പോൾ ആ പരമാത്മാവിൽ നിന്ന് സൃഷ്ടി നടന്നു കഴിഞ്ഞാൽ ഈ സൃഷ്ടിയിലുള്ളവർക്ക് പരമാത്മാവിനെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ഏതുപോലെയാണോ ഒരു ചെടിക്ക് തൻ്റെ വിത്തിനെ കാണാൻ സാധിക്കാത്തത്, അതുപോലെ. എന്നാൽ ഉള്ളിൽ നിന്ന് ഭഗവാൻ തന്നെ പ്രേരിപ്പിച്ചതനുസരിച്ച് തപസ് ചെയ്തപ്പോൾ ഭഗവാനെ കണ്ടുകിട്ടി. 35-ാമത്തെ ശ്ലോകം. സഹതു ആത്മയോനിഹി അതിവിസ്മിത ആസ്ഥിതഃ അബ്ജം കാലേന തീവ്ര തപസാ പരിശുദ്ധ ഭാവഃ ത്വാം ആത്മനി ഈശ ഭുവി ഗന്ധം ഇവ അതിസൂക്ഷ്മം ഭൂതേന്ദ്രിയാശയമയേ വിതതം ദദർശ. ആത്മയോനിഹി, ആത്മാവായ അങ്ങുന്ന് തന്നെ ഉപാദാന കാരണമായുള്ള സഹതു, ആ ബ്രഹ്മദേവനാകട്ടെ അതിവിസ്മിത, ഒരുപാട് കാലം തിരഞ്ഞിട്ടും ഒന്നും കാണാതെ വിസ്മിതനായി. അബ്ജം ആസ്ഥിത, തിരിച്ചു വന്ന് ആ താമരപ്പൂവിൽ ഇരുന്നു. ഹേ ഈശ, അല്ലയോ ഭഗവാനെ, അങ്ങനെ അങ്ങ് തന്നെ പ്രചോദിപ്പിച്ചതനുസരിച്ച് കാലേന തീവ്ര തപസ, ദീർഘകാലം കൊണ്ടുള്ള ഉഗ്രതപസ്സിനാൽ പരിശുദ്ധഭാവ, തികച്ചും നിർമ്മലമായ മനോവൃത്തിയോടുകൂടിയവനായി ഭവിച്ച് ഭുവി, ഈ ഭൂമിയിലുള്ള അതിസൂക്ഷ്മം ഗന്ധം ഇവ, ഏറ്റവും സൂക്ഷ്മരൂപത്തിലുള്ള ഗന്ധഗുണത്തെ എന്നതുപോലെ ഭൂതേന്ദ്രിയാശയമയേ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അന്ധക്കരണവൃത്തികൾ ഇവയുടെ മേളനരൂപമായ ആത്മനി, തൻ്റെ ശരീരത്തിൽ മുഴുവനും വിതതം വ്യാപിച്ചിരിക്കുന്നത് ആ ഭഗവാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി ത്വാം ദദർശ, അങ്ങയെ ഉള്ളിൽ അനുഭവിച്ചറിഞ്ഞു, സാക്ഷാത്കരിച്ചു. ആദ്യം തൻ്റെ ഉള്ളിൽ ഭഗവാനെ സാക്ഷാത്കരിച്ചതിന് ശേഷം ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാനാണെന്ന ആ സത്യവും ബ്രഹ്മാവ് തിരിച്ചറിഞ്ഞു. 36-ാമത്തെ ശ്ലോകം. ഏവം സഹസ്രവദനാഘ്രി ശിര കരോരു നാസാസ്യ കർണനയനാഭരണായുധാഢ്യം മായാമയം സദുപലക്ഷിത സന്നിവേശം ദൃഷ്ട്വാ മഹാപുരുഷം ആപ മുദം വിരിഞ്ചഃ. ഏവം, ഇപ്രകാരം സഹസ്രവദനം, ആയിരക്കണക്കിനുള്ള മുഖം, അഘ്രി പാദം, ശിരസ്, കരം, ഊരു തുട, നാസം മൂക്ക്, ആസ്യ വായ, കർണം നയനം, പിന്നെ ആഭരണായുധാഢ്യം, ആഭരണങ്ങൾ, ആയുധം. അതായത് ഇവിടെ കാണുന്നത് മുഴുവൻ ഭഗവാനെ, അതാണ് ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം എന്നർത്ഥം. ഇങ്ങനെ സതുപലക്ഷിത സന്നിവേശം, സത്തിൽ നിന്ന് രൂപം കൊണ്ട ഈ പ്രപഞ്ചത്തോടു ചേർന്ന അവയവ വിന്യാസത്തോടു കൂടിയ ആ മഹാപുരുഷൻ, വിരാട് പുരുഷനെ മായാമയം ദൃഷ്ട്വ, മായാമയനുമായി ദർശിച്ച് വിരിഞ്ചഃ മുദം ആപ, ബ്രഹ്മദേവൻ അത്യധികം സന്തോഷത്തെ പ്രാപിച്ചു. എന്നാൽ യോഗനിദ്രയിലായിരിക്കുന്ന ഭഗവാന്റെ കർണമലത്തിൽ നിന്ന് 2 അസുരന്മാർ വന്ന് അവർ ഈ ബ്രഹ്മാവിനെ ദ്രോഹിച്ചപ്പോൾ ഹയഗ്രീവ രൂപം ധരിച്ചുകൊണ്ട് ആ അസുരന്മാരെ നിഗ്രഹിച്ചതും അങ്ങ് തന്നെയാണല്ലോ. 37-ാമത്തെ ശ്ലോകം. തസ്മൈ ഭവാൻ ഹയശിര തനുവം ച ബിഭ്രത് വേദദ്രുഹൗ അതിബലൗ മധുകൈഡഭാഖ്യൗ ഹത്വാ അനയത് ശ്രുതിഗണാൻ തു രജഃ തമഃ ച സത്വം തവ പ്രിയതമാം തനും ആമനന്തേ. ച എന്നു മാത്രമല്ല, ഭവാൻ ഹയശിര തനുവം, ഹയഗ്രീവ ഭഗവാന്റെ സ്വരൂപം ബിഭ്രത് ധരിച്ചുകൊണ്ട്, അതിബലൗ ബലിഷ്ഠന്മാരും, മധു കൈഡഭാഖ്യൗ മധു, കൈഡഭൻ എന്നീ പേരുകളുള്ളവരും, രജ തമഹ ച രജോ ഗുണവും തമോ ഗുണവും ആയിരിക്കുന്നവരുമായ വേദദ്രുഹൗ വേദ വിദ്രോഹികളെ ഹത്വ വധിച്ച്,
ശ്രുതിഗണാൻ വേദസമുച്ചയങ്ങളെ തസ്മൈ ആനയത് ആ ബ്രഹ്മാവിന് വീണ്ടെടുത്തു കൊടുത്തു. തു ആകയാൽ സത്വം സത്വഗുണത്തെ തവ പ്രിയതമാം തനും നിന്തിരുവടിയുടെ ഏറ്റവും പ്രിയമായ ശരീരമായിട്ട് ആമനന്തി പരിഗണിച്ചു വരുന്നു. രജസ് തമസ്സുകളെ അകറ്റുവാനായിട്ട് ഭഗവാൻ പൂർണ്ണ സത്വം സ്വീകരിച്ചുകൊണ്ടാണ് എപ്പോഴും ഒരു ശരീരം സ്വീകരിക്കുക. അതുകൊണ്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട സ്വരൂപം സത്വമയമാണ് എന്ന് പറയപ്പെടുന്നു. 38 ശ്ലോകം. ഇത്തം നൃ തിര്യക് ഋഷി ദേവ ജശാവതാരൈഹി ലോകാൻ വിഭാവയസി ഹംസി ജഗത് പ്രതീപാൻ ധർമ്മം മഹാപുരുഷ പാസി യുഗാനുവൃത്തം ഛന്ന കലൗ യദഭവഃ ത്രിയുഗഃ അധ സഹത്വം. ഹേ മഹാപുരുഷ, ഇത്തം ഇങ്ങനെ, നൃ മനുഷ്യൻ, തിര്യക്ക് മൃഗം, ഋഷി ദേവന്മാർ, ജഷം മത്സ്യം, ഇങ്ങനെ പല രൂപത്തിലുള്ള അവതാരങ്ങൾ വഴി അങ്ങ് ലോകാൻ വിഭാവയസി ലോകങ്ങളെ സംരക്ഷിക്കുന്നു. ജഗത് പ്രതീപാൻ ഈ ലോകസ്ഥിതിക്ക് വിരുദ്ധരായി നിൽക്കുന്നവരെ ഹംസി കൊന്നൊടുക്കുന്നു. യുഗാനുവൃത്തം ഓരോരോ യുഗത്തിന് അനുയുക്തമായ ധർമ്മത്തെ സദാചാരമുറയെ പാസി അങ്ങ് നിലനിർത്തുകയും ചെയ്യുന്നു. അതേസമയം 3 യുഗത്തിലാണ്, കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗത്തിലാണ് ഭഗവാന്റെ ഒരു പ്രത്യക്ഷമായ അവതാരം കുറച്ച് നാളത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ കലിയുഗത്തിൽ ഒരു പ്രത്യക്ഷ അവതാരം എന്നത് കൽക്കി എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതുപോലും ഗൂഢമായിരിക്കും എന്നാണ് പറയുന്നത്. കലൗ ഛന്നഹ അഭവഹ, കലികാലത്തിൽ ഭഗവാൻ ഗൂഢമൂർത്തിയായിട്ടാണ് ഭവിക്കുക. ഭഗവാൻ ഏത് നിലയിലും ഇടപെടും എന്നാണ്. അതായത് ഇന്ന് അവതാരം വന്ന് രക്ഷിക്കും എന്നില്ല. കലികാലത്ത് ഏത് രീതിയിലും ഭഗവാൻ അവതരിക്കും. അതുകൊണ്ട് ഈ 3 കാലത്തിൽ മാത്രമാണ് ഭഗവാന് പ്രത്യേകമായ അവതാരങ്ങൾ ഉള്ളൂ എന്നതിനാൽ യത് സഹത്വം ത്രിയുഗഃ, അതുകൊണ്ടാണ് അങ്ങയെ ത്രിയുഗൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഭക്തോത്തമനാണെങ്കിലും താൻ ആ ഒരു നിലയിൽ എത്തിയിട്ടില്ല എന്ന് സ്വയം പ്രഹ്ലാദൻ ഒന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ഒന്ന് ഉയർത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു. 39 ശ്ലോകം. നയേതൻ മനഃ തവ കഥാസു വിഗുണ്ഠനാഥ സംപ്രീയത്തെ ദുരിത ദുഷ്ടം അസാധു തീവ്രം കാമാതുരം ഹർഷശോക ഭയ ഏഷണാർത്ഥം തസ്മിൻ കഥം തവ ഗതിം വിമൃശാമി ദീനഃ. ഹേ വൈകുണ്ഠനാഥ, ദുരിതദുഷ്ടം പാപവാസനകളാൽ ദുഷിച്ചതും അസാധു ബാഹ്യവിഷയ ആഭിമുഖ്യത്താൽ ചീത്തയായതും തീവ്രം കാമാതുരം അടക്കി നിർത്താനാവാത്തതും കാമനകൾ കൊണ്ട് വിവശമായതും ഹർഷശോക ഭയ ഏഷണാർത്ഥം സന്തോഷം, സന്താപം, ഭീതി, ഏഷണകൾ, അതായത് പുത്രേഷണ, വിത്തേഷണ തുടങ്ങിയ ഏഷണകൾ ഇവയാൽ പീഡിതമായതുമായ ഏതത് മനഃ ഈ മനസ്സ് തവ കഥാസു അങ്ങയുടെ കഥകളിൽ കൂടി ന സംപ്രീയത്തെ. ഇത് ശരിക്കും പ്രഹ്ലാദന്റെ അവസ്ഥയല്ല, ഇതൊരു ലോകതത്വമാണ് പറയുന്നത്. ലോകത്തിലെ ജനങ്ങൾക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ഈ പറയുന്ന രോമാഞ്ചവും ആനന്ദാശ്രുക്കളും ഒന്നും വരാത്തത് അവർ ഈ ലോക ജീവിതത്തിൽ അത്രയും ആസക്തരായതുകൊണ്ടാണ്. അപ്പോൾ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് പ്രഹ്ലാദൻ സ്വയം പറഞ്ഞിട്ട് പറയുന്നു, തസ്മിൻ ദീനഃ ആയതിൽ ദുഃഖിതനായ ഞാൻ തവഗതിം അങ്ങയുടെ ആ പരമാർത്ഥ തത്വത്തെ കഥം വിമൃശാമി എങ്ങനെ വിചിന്തനം ചെയ്യും. ഈ ലോകത്തിൽ നിന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ അതിനൊരു ശമനം വരാതെ ഒരാൾക്കും ഭഗവാനിൽ പൂർണ്ണമായിട്ട് ശരണാഗതി അടയാൻ സാധിക്കുകയില്ല. അപ്പോൾ ഒരു സാധാരണക്കാരന്റെ അവസ്ഥയാണ് ഈ 40 ശ്ലോകത്തിൽ പറയുന്നത്. ജിഹ്വാ ഏകതഃ അച്യുത വികർഷതി മാ അവിതൃപ്ത സിസ്നഃ അന്യതഃ ത്വക് ഉദരം ശ്രവണം കുതശ്ചിത്
ഘ്രാണഃ അന്യതഃ ചപലദൃക് ക്വച കർമ്മശക്തിഃ ബഹ്വ്യഃ സപത്നൈവ ഗേഹപതിം ലുനന്തി. ഹേ അച്യുത, അവിതൃപ്ത സംതൃപ്തി വരാത്ത എൻ്റെ ജിഹ്വ, രസനേന്ദ്രിയം, എത്ര കഴിച്ചിട്ടും വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കണം. അത് വിശപ്പ് മാറാൻ മാത്രമല്ല, പല വിധത്തിലുള്ള വിഭവങ്ങൾ അത് രസിക്കാൻ ഇപ്പോഴും ആഗ്രഹമാണ്. ഇങ്ങനെ ഒരു വശത്തേക്ക് എൻ്റെ രസനേന്ദ്രിയം എന്നെ പിടിച്ചുകൊണ്ടുപോകുന്നു. അതാണ് ജിഹ്വാ ഏകതഃ, രസനേന്ദ്രിയം ഒരു വശത്തേക്കും. ഇനി സിസ്നഹാത്തു, ജനനേന്ദ്രിയമാകട്ടെ അന്യതഃ, മറ്റൊരു വശത്തേക്കും. എത്ര അനുഭവിച്ചിട്ടും ഒടുങ്ങാത്ത ആ രതിസുഖം. ഇനി ത്വകിന്ദ്രിയം, മറ്റുള്ളവരുടെ സ്നേഹസ്പർശം ആഗ്രഹിക്കുന്ന എൻ്റെ ത്വകിന്ദ്രിയം എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചിഴയ്ക്കുന്നു. അതേപോലെ തന്നെ ഉദരം, വയറ്, എത്ര തിന്നാലും വിശപ്പ് മാറാത്ത, അല്ലെങ്കിൽ അതാണ് ജീവിതത്തിന്റെ പ്രധാന ഉദ്ദേശം എന്നതുപോലെയാണ് എൻ്റെ വയറ്. ശ്രവണം, എന്നെ സുഖിപ്പിക്കുന്ന വാക്കുകൾ എത്ര കേട്ടിട്ടും മതിയാവാതെ എൻ്റെ ശ്രോത്രേന്ദ്രിയവും. കുതശ്ചിത് ഘ്രാണഃ, വേറിട്ടൊരു വശത്തേക്ക് ഘ്രാണേന്ദ്രിയവും. ചപലദൃക്, ചഞ്ചലമായ നേത്രേന്ദ്രിയം, എത്ര കണ്ടിട്ടും ഈ ലോകത്തിലുള്ള പലതും കണ്ടിട്ട് മതിയാകുന്നില്ല. ഇങ്ങനെ അന്യതഃ, മറിച്ചൊരു വശത്തേക്കും. കർമ്മശക്തി, എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ. ക്വച, എവിടെയോ എങ്ങോട്ടൊക്കെയോ എൻ്റെ കർമ്മേന്ദ്രിയങ്ങൾ. മാ വികർഷതി, എന്നെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ഏതുപോലെ എന്നാൽ ബഹ്വ്യഃ സപത്ന്യഃ, അനേകം സപത്നിമാർ. ഗേഹപതിം, ഗൃഹനാഥനെ ഇവ, ഗൃഹനാഥനെ എന്നതുപോലെ എന്നെ ലുനന്തി, ഞെരുക്കിക്കളയുന്നു. ഇതിൽ നിന്നൊരു രക്ഷ കിട്ടിയാൽ മാത്രമേ എനിക്ക് അങ്ങയിൽ പൂർണ്ണ ശരണാഗതി അടയാൻ സാധിക്കുകയുള്ളൂ. 41 ശ്ലോകം. ഏവം സ്വകർമ്മപതിതം ഭവ വൈതരണ്യാം അന്യോന്യ ജന്മ മരണ അശന ഭീതഭീതം പശ്യൻ ജനം സ്വപരവിഗ്രഹ വൈരമൈത്രം ഹന്താ ഇതി പാരചര പീപൃഹി മൂഢം അദ്യ. ഏവം, ഇപ്രകാരം, ഭവവൈതരണ്യം, സംസാരമാകുന്ന വൈതരണീ നദിയിൽ, സ്വകർമ്മപതിതം, അവരവർക്കുള്ള കർമ്മഫലത്താൽ വീണിരിക്കുന്ന, അന്യോന്യ ജന്മ മരണ അശന ഭീതഭീതം, പരസ്പരാശ്രിതങ്ങളായ ജനനം മരണം, അതിനിടയിലുള്ള ഭോഗങ്ങൾ, ഇവയിൽ നിന്നൊക്കെ ഭീതി മുഴുത്തിരിക്കുന്ന സ്വപരവിഗ്രഹം, തൻ്റേതെന്നും അന്യൻ്റേതും എന്നുള്ള ഭേദഭാവനയാൽ, വൈരമൈത്രം, ശത്രുതയും മിത്രതയും കലർന്നിരിക്കുന്ന മൂഢം, അറിവില്ലാത്ത ജനം, ജീവരാശിയെ പശ്യൻ, അവരിങ്ങനെ ഈ സംസാര സാഗരത്തിൽ കൈകാലിട്ടടിക്കുന്നത് കണ്ടുകൊണ്ട്, പാരചര, ഇതിനൊക്കെ അപ്പുറത്ത് ആ പരമമായ സ്ഥിതിയിൽ നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, മറുകരയിൽ നിൽക്കുന്ന അല്ലയോ ഭഗവാനെ, ഞങ്ങളെ കണ്ടിട്ട് ഹന്ത, അയ്യോ കഷ്ടം, ഇവരെയെല്ലാം ഞാനൊന്ന് കരകയറ്റട്ടെ എന്ന് കരുതി, അദ്യ പീപൃഹി, ഇപ്പോൾ തന്നെ ഞങ്ങളെ കരകയറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ പ്രഹ്ലാദൻ മറ്റുള്ളവരെ തന്നെയാണ് ഉദ്ദേശിച്ചത്. തന്നെക്കുറിച്ച് പ്രഹ്ലാദന് നല്ല ബോധ്യമുണ്ട്, എങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 42 ശ്ലോകം. കഹനു അത്ര തേ അഖില ഗുരോ ഭഗവൻ പ്രയാസ ഉത്താരണേ അസ്യ ഭവസംഭവ ലോപഹേതോഹോ മൂഢേഷു വൈ മഹദനുഗ്രഹ ആർത്തബന്ധോ കിം തേന തേ പ്രിയജനാൻ അനുസേവതാം നഃ. ഹേ അഖില ഗുരോ, ഭഗവൻ അസ്യ, ഈ ലോകത്തിൻ്റെ ഭവ സംഭവ ലോപഹേതോഹോ, ഉത്പത്തി സ്ഥിതി ലയങ്ങൾക്ക് ഹേതുഭൂതനായ തേ, അങ്ങയ്ക്ക്, ഉത്താരണേ, എല്ലാവരെയും കരകയറ്റുക എന്നത് അത്ര പ്രയാസഃ ഖനു, ഇതിലെന്ത് വിഷമമാണുള്ളത്? അങ്ങേക്ക് വേണമെങ്കിൽ ഇതൊക്കെ നിഷ്പ്രയാസം ചെയ്യാം, പക്ഷെ എന്തോ കാരണത്താൽ അങ്ങത് ചെയ്യുന്നില്ല. ആർത്തബന്ധോ, ഹേ ദീനബന്ധോ,
യഥാർത്ഥത്തിൽ അങ്ങയെ പോലുള്ളവരുടെ അല്ലെങ്കിൽ അങ്ങയുടെ അനുഗ്രഹം പൂർണ്ണമായി സിദ്ധിച്ച മഹാപുരുഷന്മാരുടെ മഹദ് അനുഗ്രഹ മൂഢേഷു വൈ, മൂഢന്മാരിലല്ലേ വേണ്ടത്. തേ പ്രിയജനാൻ, ഭവാന്റെ പ്രിയജനങ്ങളെ അനുസേവതാം, എന്നും സേവിക്കുന്ന നഹ, ഞങ്ങൾക്ക് തേനക്കിം, അതിനാൽ എന്ത് കാര്യം. ഞങ്ങളെ പോലുള്ളവരെ ഭവാൻ ശ്രദ്ധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സത്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ ഇപ്പോഴും ഇങ്ങനെ ഈ കുടുംബം, വീട്, ഇങ്ങനെയുള്ള ആസക്തിയിൽ പെട്ടിരിക്കുന്നവരെയല്ലേ ഭഗവാനെ എത്രയും പെട്ടെന്ന് ഒന്ന് രക്ഷിച്ചു കൊണ്ടുപോകേണ്ടത്. അപ്പോൾ ഭവാന് ഇതെല്ലാം എത്ര എളുപ്പമാണ്, ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമേ അല്ല എന്നൊക്കെ പ്രഹ്ലാദൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ പ്രഹ്ലാദൻ ഭഗവാനിലേക്ക് എത്താനുള്ള ആ യാത്ര ഞാൻ തുടങ്ങിക്കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തിലാണ്. അതുകൊണ്ട് തന്നെക്കുറിച്ച് പ്രഹ്ലാദന് ദുഃഖമില്ല. എന്നാൽ അങ്ങനെ ഒരു ചിന്തയേ ഇല്ലാത്തവരെ കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു എന്നാണ് പറയുന്നത്. 43-ാമത്തെ ശ്ലോകം. നയേവ ഉദ്വിജേ പര ദുരത്യയ വൈതരണ്യാഹ ത്വത് വീരഗായന മഹാമൃതമഗ്നചിത്തഃ ശോചേ തതോ വിമുഖചേതസ ഇന്ദ്രിയാർത്ഥ മായാസുഖായ ഭരം ഉദ്വഹതോ വിമൂഢാൻ. ഹേ പര, ത്വതു വീരഗായന മഹാമൃത മഗ്നചിത്തഃ, അവിടുത്തെ അവദാനങ്ങളുടെ സങ്കീർത്തനമാകുന്ന മഹാമൃതത്തിൽ മുഴുകിയ ചിത്തത്തോടുകൂടി വർത്തിക്കുന്ന ഈ ഞാൻ, ദുരത്യയ വൈതരണ്യാഹ, കരകയറാൻ പ്രയാസമായ വൈതരണിയിൽ നിന്ന്, നയേവ ഉദ്വിജേ, ഞാൻ അത് കണ്ട് ഭയപ്പെടുന്നില്ല, തതഹ, എന്നാൽ ഇതിൽ നിന്ന്, വിമുഖചേതസഹ, വിട്ടുനിൽക്കുന്ന മനോവൃത്തിയോടു കൂടിയവർ, അതായത് ഭഗവാനിൽ രസിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം എന്താണെന്ന് അറിയാത്തവർ, അങ്ങനെയുള്ളവർ ഇപ്പോഴും ഇന്ദ്രിയാർത്ഥമായാസുഖായ, ഇന്ദ്രിയ ഭോഗ്യ വിഷയങ്ങളെ നിമിത്തീകരിച്ചുകൊണ്ടുള്ള മായാസുഖത്തിനു വേണ്ടി ഭരം ഉദ്വഹതഃ, ചുമട് ചുമക്കുന്ന വിമൂഢാൻ, മഹാമൂഢന്മാരാണ്. അങ്ങനെയുള്ളവരെ പറ്റി ഞാൻ ശോചേ, ദുഃഖിക്കുന്നു. ഞാനിപ്പോൾ ഈ മായാലോകത്താണെങ്കിലും എൻ്റെ മനസ്സിപ്പോൾ ഭഗവാനിലായതുകൊണ്ട് ഞാൻ ഇതിനെ പേടിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും ഈ ഭഗവാനിൽ രസിച്ചിരിക്കുക എന്നതിൻ്റെ ആ സന്തോഷം, ആ ആനന്ദം അറിയാത്തവരുണ്ടല്ലോ, അവരെ കുറിച്ചാണ് ഞാൻ ദുഃഖിക്കുന്നത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.